ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഓപ്പൺ എഡ്യൂക്കേഷനും ഓൺലൈനായിട്ട് കമ്പയർ ചെയ്യുമ്പം കൂടുതൽ ഡിസഡ്വാൻറ്റേജസ് കാണുന്നുണ്ട്. നമ്പർ 1, ഡ്രോപ്പ് ഔട്ട് റേഷ്യോ, വെരി ഹൈ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ. നമ്മൾ പലരും കോളേജ് സർവൈവ് ചെയ്യുന്നത് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും ലൈബ്രറിയും കമ്പൈൻ സ്റ്റഡിയും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊന്നുമില്ലാതെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയി ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ മിക്ക ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റാതെ അവർ ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. അതുപോലെ വേറൊരു ഡിസഡ്വാൻറ്റേജ് അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ്. ഓപ്പൺ എഡ്യൂക്കേഷനിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും അഡ്മിഷൻ ക്രൈറ്റീരിയ വളരെ ലിബറലാണ്. നിങ്ങൾ ഏത് ബോർഡിൽ നിന്ന് പഠിച്ചു, നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്, ഇതൊന്നും മിക്കവാറും ചെക്ക് ചെയ്യുന്നില്ല. സോ ഹയർ ചെയ്യുന്ന സമയത്തും ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്തും ഇതൊരു ചാലഞ്ച് ആവാം. ദ തേർഡ് തിങ് ഇസ് മൈഗ്രേഷൻ. നിങ്ങൾ എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. കാരണം മിക്ക രാജ്യങ്ങളും ഒരു ഡിഗ്രിക്ക് കൺസിഡർ ചെയ്യുന്നത് 120+ ക്രെഡിറ്റ്സ് ആണ്. എന്നാൽ ഓപ്പൺ എഡ്യൂക്കേഷനിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും 90 ക്രെഡിറ്റ്സ് ആണ് ഡിഗ്രിക്ക് ഉണ്ടാവുക. സോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് സിസ്റ്റത്തിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് യു മൈറ്റ് ഫോൾ ഷോർട്ട്. ഇതെല്ലാം UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ലേണിംഗ് മോഡ്സ് ആണ്. നിങ്ങളുടെ ഗോൾസും ലൈഫ് സ്റ്റൈലിനും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക.